ഹലോ, എൻ്റെ പ്രിയപ്പെട്ട ഹോമോസാപ്പിയൻസിന് എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. കഴിവുണ്ടോ നിനക്ക്? കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമോടാ നാറി? അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ബെഞ്ച് പ്രസ് ഇൻക്രീസ് ചെയ്യാം. നിങ്ങൾ ന്യൂട്രീഷൻ ഓക്കെയാണ്, നിങ്ങളുടെ എല്ലാം ഓക്കെയാണ്, പക്കയാണ്, അങ്ങനെ ആയിട്ടും നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളിപ്പോൾ 60 കിലോ അല്ലെങ്കിൽ 70 കിലോയിൽ തന്നെയാണ് നിങ്ങളുടെ ബെഞ്ച് പ്രസ് സ്റ്റക്കായി കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചെറിയൊരു മാറ്റം വരുത്തേണ്ടി വരും നിങ്ങളുടെ ബെഞ്ച് പ്രസ്സിൻ്റെ വർക്കൗട്ടിൽ. അപ്പോൾ എന്തായിരിക്കും ആ മാറ്റം? ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബെഞ്ച് പ്രസ്സിൽ എവിടേക്കാണ് നിങ്ങളുടെ വീക്ക് പോയിൻ്റ് എന്ന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ മിക്ക ആൾക്കാർക്കും വീക്ക് പോയിൻ്റ് വരുന്നത് ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ്ലി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എൽബോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ട്രൈസെപ്സ് വീക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ആ വെയ്റ്റിനനുസരിച്ചുള്ള ട്രൈസെപ്പ് സ്ട്രെങ്ത്ത് അവർക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് എൽബോ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റാത്തത്. ക്ലിയർ അല്ലേ? വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 5 കിലോ അല്ലെങ്കിൽ ഒരു 10 കിലോ കൂട്ടി അടിച്ചു, പക്ഷേ വെയിറ്റ് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് പൊങ്ങുന്നില്ല, ചെസ്റ്റിൽ നിന്ന് പൊങ്ങുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് സഫിഷ്യൻറ്റ് ചെസ്റ്റ് പവർ ഇല്ല ആ വെയിറ്റിന്. ഓക്കെ, അപ്പോൾ അവിടേക്കാണ് ആ 2 പാർട്ടിലാണ് മിക്ക ആൾക്കാർക്കും പ്രശ്നം വരുന്നത്. അവിടെയാണ് മിക്ക ആൾക്കാരും പെട്ടുപോകുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? പേടിച്ചിട്ട് വെയിറ്റ് എടുക്കില്ല. ഓക്കെ, അപ്പോൾ അവൻ്റെ സ്ട്രെങ്ത് അവിടെ വെച്ച് നിന്ന് പോവും. അപ്പോൾ അവർക്ക് പിന്നെ പൊതുവേ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ബെഞ്ച് പ്രസ്സിൽ ചെറിയൊരു വേരിയേഷൻ. അപ്പോൾ എന്തൊക്കെയാണ് ആ വേരിയേഷൻ എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ വേരിയേഷൻ എന്താണെന്ന് വെച്ചാൽ ഡെഡ് ലിഫ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഡെഡ് ലിഫ്റ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമ്മുടെ ഗ്രൗണ്ടിൽ ബാർബൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ ഫോഴ്സ് ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ പൊക്കുക വെയിറ്റ്. ഓക്കെ, അപ്പോൾ അതൊരു താഴെ നിന്നാണ് നമ്മൾ പൊക്കുന്നത് അല്ലേ? അതേപോലെ തന്നെയാണ് ഡെഡ് പ്രസ്. പക്ഷേ ഡെഡ് പ്രസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ റാക്കിൽ ബാർബൽ പ്ലേസ് ചെയ്തിട്ട് ആ ഒരു അവിടെ നിന്ന് നമ്മൾ പൊക്കണം. നോർമലി നമ്മൾ ബെഞ്ച് പ്രസ്സിൽ എങ്ങനെയാണ് പൊക്കുക? ബാർബൽ നമ്മൾ മുകളിൽ വെച്ചിട്ടായിരിക്കും കൈ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എടുത്തിട്ടായിരിക്കും അടിക്കുക. പക്ഷേ ഇവിടെ ഡെഡ് പ്രസ്സിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചെസ്റ്റ് ലെവലിൽ ബാർബൽ റോഡ് പ്ലേസ് ചെയ്യും റാക്കിൽ, എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പുഷ് ചെയ്തിട്ട് മുകളിലോട്ട് കൊണ്ടെത്തിക്കാം. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ ഡെഡ് പ്രസ് എന്ന് പറയാം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് പ്രസ്സാണ് ലാർസൻ പ്രസ്. ഓക്കെ, അപ്പോൾ ലാർസൻ പ്രസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലെഗ് ഡ്രൈവ് ഇല്ലാതെ നമ്മൾ അടിക്കണം. അപ്പോൾ ബെഞ്ച് പ്രസ്സിൽ ലെഗ് ഡ്രൈവ് ഉണ്ടാവും ബെഞ്ച് പ്രസ് അടിക്കുമ്പോൾ അല്ലേ? നമ്മൾ ഫീറ്റ് നമ്മുടെ ഗ്രൗണ്ടിൽ പ്ലേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത്. ലാർസൻ പ്രസ്സിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലെഗ് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക, നമ്മൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാൻ പാടില്ല നമ്മുടെ ലെഗ്, എന്നിട്ട് നമ്മൾ നോർമൽ ബെഞ്ച് പ്രസ് ചെയ്യുന്ന പോലെ ബെഞ്ച് പ്രസ് ചെയ്യുക. പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. കാരണം നമുക്കൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, നമ്മുടെ ബോഡിക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ബോഡി ഷെയ്ക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ഒരു മോഡറേറ്റ് വെയിറ്റിൽ വേണം ഡെഡ് പ്രസ്സും ലാർസൻ പ്രസ്സും നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, അതും ചെയ്യേണ്ടത് ബെഞ്ച് പ്രസ്സിൻ്റെ സീറ്റിലല്ല ചെയ്യേണ്ടത്, പവർ റാക്കിൻ്റെ അതിൽ വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതൊക്കെ ആയിരിക്കും ഞാൻ ഇന്ന് എക്സസൈസൊക്കെ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വേരിയേഷൻ, നിങ്ങൾ ഈ 2 വേരിയേഷൻ ഇൻക്ലൂഡ് ചെയ്താൽ നിങ്ങളുടെ സ്ട്രെങ്ത്ത് ഇൻക്രീസ് ആവും ബെഞ്ച് പ്രസ്സിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജിമ്മിൽ വെച്ച് കാണാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഡെഡ് പ്രസ്. ഇപ്പോൾ ഡെഡ് പ്രസ്സിൽ നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൽ കിടന്നിട്ട് ഈ പവർ റാക്കിൻ്റെ മുകളിലായിരിക്കും നമ്മുടെ ഈ ബാർ റെസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് നമ്മൾ ഫോഴ്സ് ഭയങ്കര നല്ല നമുക്ക് പറ്റാവുന്നത്ര ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇതിനെ ഈ ഒരു സ്റ്റാൻഡിൽ വെക്കാം. ഓക്കെ,
അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ ബെഞ്ച് പ്രസ്സിൽ നമുക്ക് ആ സ്റ്റാർട്ടിങ് ലിഫ്റ്റിൽ വീക്ക്നെസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതിലൂടെ ശരിയാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എൻ്റെ ഒരു കേസിൽ ഇത് മൊത്തത്തിൽ 100 കിലോ ഉണ്ട്, ബാർ ഉൾപ്പെടെ, ബാറ് പ്ലസ് എല്ലാം കൂടി 100 കിലോ. ഓക്കെ, ബാർ 20 കിലോ ആണ്, പവർ ലിഫ്റ്റിംഗ് ബാറാണ്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ സ്ട്രഗിൾ ചെയ്ത്, കാരണം ഞാൻ 100 കിലോ ഒരു 5 റെപ്പ് ഈസി ആയിട്ട് അടിക്കുന്നവനാണ്. 5 റെപ്പ് 6 റെപ്പൊക്കെ കുഴപ്പമില്ലാതെ അടിക്കുന്നവനാണ്. അപ്പോൾ എന്നാലും 100 കിലോ എന്ന് പറയുന്നത് നിസ്സാര വെയിറ്റ് അല്ല. അപ്പോൾ അത് നമ്മൾ ഒരു എന്താ പറയുക, റെസ്റ്റ് പൊസിഷനിൽ നിന്ന് നമ്മൾ ലിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് സ്വല്പം നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഒരു ആവറേജ് ജിം ഗോറിന് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിലൂടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ വീക്ക്നെസ് ഉണ്ടാവും. മേ ബി എൻ്റെ ഒരു മൊത്തത്തിൽ എൻ്റെ ചെസ്റ്റ് ആക്ടിവേറ്റ് ആവുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ലെഗ് ഡ്രൈവ് പോരായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അതൊക്കെ നമുക്ക് ഇതിലൂടെ സെറ്റാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഡെഡ് പ്രസ്സിൻ്റെ മെയിൻ ബെനിഫിറ്റ് അതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഞാൻ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഞാൻ ചെറുതായിട്ടൊന്ന് സ്ട്രഗിൾ ചെയ്തു. ഓക്കെ, അപ്പോൾ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സെറ്റ്. ഓക്കെ, ഇനി 2 സെറ്റ് ഉണ്ട്. 2 സെറ്റ്, ഒരു സെറ്റിൽ 1 റെപ്പ് ചെയ്താൽ മതി, കാരണം നമ്മൾ അത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത് വെയിറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡെഡ് പ്രസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും നമുക്ക് ഇച്ചിരി സ്ട്രഗിൾ, ഒരു മോഡറേറ്റ് വെയിറ്റ് വേണം നമ്മൾ ഇത് ലിഫ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കേസിൽ ഇപ്പോൾ നിങ്ങൾക്ക് 80 ആണ് നിങ്ങൾക്ക് 1 റെപ്പ് മാക്സ്, അതായത് നിങ്ങൾക്ക് 80 സ്ട്രഗിൾ ചെയ്തിട്ടാണ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, 70 കിലോ ഡെഡ് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ സെറ്റാക്കി എടുത്താൽ പിന്നെ നിങ്ങൾക്കൊരു ദിവസം 90 kgs ഒക്കെ അടിക്കാൻ പറ്റും. ഓക്കെ, ബെഞ്ച് പ്രസ്. അപ്പോൾ ഇതൊരു നല്ലൊരു മെത്തേഡാണ് ഡെഡ് പ്രസ്. ഓക്കെ, ഇനി ഇതിൻ്റെ 2 സെറ്റും കൂടിയുണ്ട് എനിക്ക്. എൻ്റെ ലാസ്റ്റത്തെ 3ാമത്തെ സെറ്റ് കണ്ടായിരുന്നു അല്ലേ? 3ാമത്തെ സെറ്റ് ഭയങ്കര സ്ട്രഗിൾ ഉണ്ടായിരുന്നു എനിക്ക്, കാരണം ഈ നോമ്പിൻ്റെ സമയത്താണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നോമ്പിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് അത്ര ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട്, നോമ്പ് തുറന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് വർക്കൗട്ട് ചെയ്യുന്നത്. പ്രീ വർക്കൗട്ട് ഇല്ല, ക്രിയേറ്റിൻ ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇതിലൂടെ നമുക്ക് നമ്മുടെ ബേസ് ലൈൻ സ്ട്രെങ്ത് ഡെവലപ്പ് ആയി എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം സപ്ലിമെൻറ്റ്സ് ഇല്ലാതെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബേസ് ലൈൻ സ്ട്രെങ്ത് ഡെവലപ്പ് ആവും. സപ്ലിമെൻറ്റ്സ് വേണം, നമുക്ക് ആവശ്യത്തിന് വേണം. ഇടയ്ക്ക് നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുക്കാതെ നമ്മൾ മാക്സിമം പുഷ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഫുഡിൽ നിന്ന് മാക്സിമം നമ്മൾ നമ്മുടെ ന്യൂട്രീഷണൽ കണ്ടൻറ്റ് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, മാക്സിമം പുഷ് ചെയ്യാൻ ശ്രമിക്കുക നാച്ചുറലി. ഓക്കെ, അപ്പോൾ സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ എനിക്ക് നിലവിൽ ഞാൻ ക്രിയേറ്റിൻ ഇല്ല, പ്രീ വർക്കൗട്ട് ഇല്ല, അപ്പോൾ അതിൻ്റെതായ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 3ാമത്തെ സെറ്റ് നിങ്ങൾ കണ്ടായിരുന്നു, സ്ട്രഗിൾ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ചെറുതായിട്ടൊരു ലെഗ് ഡ്രൈവ് കൊടുത്തിട്ടാണ് ലിഫ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടായിരിക്കും ഞാൻ ലെഗ് ഡ്രൈവ് ബാക്കിലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെഗ് ഡ്രൈവ് നമുക്ക് യൂസ് ചെയ്യാം, കാരണം ഡെഡ് പ്രസ്സാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഈ വെയിറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ട് എത്തിക്കണം, അതാണ് നമ്മുടെ മെയിൻ എയിം. ഓക്കെ, ഇപ്പോൾ നിലവിൽ നമ്മുടെ ഫോമും കാര്യങ്ങളൊക്കെ നോക്കിയാൽ ശരിയാവില്ല, നമുക്ക് ഈ വെയിറ്റ് എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം. അപ്പോൾ നമ്മൾ റെസ്റ്റിൽ നിന്ന് പുഷ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ചെറിയതായിട്ടും നമുക്ക് ലെഗ് ഡ്രൈവ് കൊടുത്തിട്ട് പുഷ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് 3ാമത്തെ സെറ്റ് എനിക്ക് ഡിഫിക്കൽട്ട് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നതാണ് ലാർസൻ പ്രസ്. അപ്പോൾ ലാർസൻ പ്രസ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. ഓക്കെ, ലാർസൻ പ്രസ്സിൽ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ലെഗ് ഡ്രൈവ് കൊടുക്കില്ല, നമ്മളെപ്പോഴും ലെഗ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വേണം ലെഗ് വെക്കാൻ. ഓക്കെ, എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ അപ്പർ ബോഡി വീക്കാണെങ്കിൽ, ചെറുതായിട്ടൊന്ന് വീക്കാണെങ്കിൽ നമ്മുടെ ലെഗ് ആക്ടിവേറ്റ് ആവും. അപ്പോൾ ലെഗ് നമ്മൾ ആ സമയത്ത് ആക്ടിവേറ്റ് ആകുമ്പോൾ ലെഗായിരിക്കും നമുക്ക് അതിനനുസരിച്ചുള്ള ഫോഴ്സ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലാർസൻ പ്രസ്സിൽ നമ്മൾ ലെഗ് എപ്പോഴും ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യാതെ സ്ട്രെയിറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ ഒരു മോഡറേറ്റ് വെയിറ്റിൽ നമ്മൾ ലിഫ്റ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊരു സെറ്റിൽ ഒരു 5 റെപ്പ് പോകുന്ന പോലെ അല്ലെങ്കിൽ ഒരു 3 റെപ്പ് പോകുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒരു വെയിറ്റ് എടുത്തിട്ട് നിങ്ങൾ അടിക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പവർ റാക്കിൽ വേണം ഇങ്ങനത്തെ എക്സസൈസ് ചെയ്യാൻ. കാരണം ഇവിടെ നിങ്ങൾ കണ്ട ഞാനിവിടെ സേഫ്റ്റി പിന്ന് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സേഫ്റ്റി റാക്ക് ഇല്ലെങ്കിൽ എൻ്റെ ഇവിടെ വന്ന് വീണാൽ
അറിയാലോ, കുറേ ആക്സിഡൻറ്റ് ജിം വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിലൊക്കെ അവർ ബെഞ്ച് പ്രസ് ചെയ്യുമ്പോൾ മറ്റേ നോർമൽ ബെഞ്ച് പ്രസ്സിൽ ഹെവി ലിഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ നോർമൽ ബെഞ്ച് പ്രസ്സിലാണ് ചെയ്യുക. അപ്പോൾ ആ ബെഞ്ച് പ്രസ് സീറ്റിൽ ചെയ്യുമ്പോൾ ഇത് സേഫ്റ്റി റാക്ക് ഇല്ലെങ്കിൽ എന്ത് പറ്റും? അവർക്ക് ഇൻ കേസ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ വെയിറ്റ് അവൻ്റെ നേരെ താഴോട്ട് വന്നിട്ട് നെക്കിൽ വീഴും. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറീസ് വരും. അപ്പോൾ ഇങ്ങനത്തെ എക്സസൈസ് ഈ ലാർസൻ പ്രസ് ഡെഡ് പ്രസ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഈ സേഫ്റ്റി റാക്കിൽ തന്നെ ചെയ്യണം. മറ്റേതിൽ ചെയ്താൽ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയും നിങ്ങൾ മറ്റേ നോർമൽ ബെഞ്ച് പ്രസ്സിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ മാക്സിമം ലൈറ്റ് വെയ്റ്റിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു വെയിറ്റിൽ ചെയ്യാം. ഇതിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു പറ്റാവുന്ന വെയിറ്റിനെക്കാട്ടും ഇച്ചിരി ഹെവി ഇട്ടിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമുക്ക് സേഫ്റ്റി റാക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ സേഫ്റ്റി റാക്കുള്ള കാരണം നമുക്കതൊരു ബെനിഫിറ്റാണ്. ഇതിപ്പോൾ മൊത്തത്തിൽ 95 kgs ഉണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, അപ്പോൾ ഇൻ കേസ് എനിക്കിപ്പോൾ അടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നുകൂടി ഒരു 5 കിലോ കുറച്ചിട്ട് ട്രൈ ചെയ്യും. ഓക്കെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ നോക്കിയെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഡെഡ് പ്രസ് ചെയ്യേണ്ടത്, ലാർസൻ പ്രസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കി. ഓക്കെ, അപ്പോൾ ഈ ഡെഡ് പ്രസ്സും ലാർസൻ പ്രസ്സൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും ചെയ്യേണ്ടത് ഒരു പവർ റാക്കിൽ വേണം ചെയ്യാൻ. അതെപ്പോഴും മൈൻഡിൽ വെക്കാം. കാരണം ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ എൻ്റെ വീഡിയോയിൽ തന്നെ കണ്ടായിരിക്കും, ഞാൻ 2-3 റെപ്പൊക്കെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ റാക്കിലാണ് എടുത്തത്. ഓക്കെ, അതാകുമ്പോൾ എനിക്ക് സേഫാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇങ്ങനത്തെയൊക്കെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പവർ റാക്കിൽ ചെയ്യാൻ ശ്രമിക്കുക. ബെഞ്ച് പ്രസ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ ബിഗിനേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഏകദേശം സ്ട്രെങ്ത് ഉണ്ട്, ഇനിയും പുഷ് ചെയ്യാനുള്ള സ്ട്രെങ്ത് വേണമെങ്കിൽ അവരെന്ത് ചെയ്യാം, ഇതേപോലെ വേരിയേഷൻസ് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഈ ബെഞ്ച് പ്രസ്സിൽ ലാർസൻ പ്രസ്സിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ന്യൂറൽ മസ്കുലർ എഫിഷ്യൻസി, അതായത് നമ്മുടെ തലച്ചോറിൽ നിന്ന് നമ്മുടെ മസിൽസിലോട്ട് വരുന്ന മോട്ടർ ന്യൂറോൺസിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടാം. അതാണ് ഈ ഒരു 2 ലിഫ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട്. അപ്പോൾ നമുക്ക് ഇനി ഹെവി ലിഫ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു 5 കിലോ കൂട്ടിയടിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പുഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡെഡ് പ്രസ്സിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു താഴെ നിന്ന് നമുക്ക് പുഷ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ ഒരു എനർജി അത്ര ഉണ്ടാവില്ല, ആ സമയത്ത് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും. അപ്പോൾ അങ്ങനത്തെയൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്കത് ഡെഡ് പ്രസ്സിലൂടെ ശരിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ ലാർസൻ പ്രസ് നമുക്ക് ഇൻ കേസ് നമുക്ക് ലെഗ് ഡ്രൈവ് കൊടുത്തിട്ടാണ് നമുക്ക് ആ വെയിറ്റ് പോകുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മിനിമൈസ് ചെയ്തിട്ട് ലെഗ് ഡ്രൈവിന് നമുക്ക് മാക്സിമം ക്യാൻസൽ ചെയ്തിട്ട് അപ്പർ ബോഡി മാത്രം ഫോക്കസ് ചെയ്തിട്ട് ലിഫ്റ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ഈ 2 ഡെഡ് പ്രസ്സും ലാർസൻ പ്രസ്സിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡെഡ് ലാർസൻ പ്രസ്സും ചെയ്യാം. അതായത് നമ്മൾ ഡെഡ് പ്രസ്സിൻ്റെ ആ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് ലെഗ് ഡ്രൈവ് കൊടുക്കാതെ നമുക്ക് ലാർസൻ പ്രസ് കൊടുക്കാം. അങ്ങനെയും നമുക്ക് ചെയ്യാം. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട്. അപ്പോൾ ഇതൊക്കെ മിക്ക പവർ ലിഫ്റ്റേഴ്സ്, നല്ല പവർ ലിഫ്റ്റേഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ബെഞ്ച് പ്രസ്സിൽ നിങ്ങൾക്കിപ്പോൾ വെയിറ്റ് പുഷ് ചെയ്യണം താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ റൂട്ടീനിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, എപ്പോഴും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്താൽ മതി. ഓക്കെ, ലാസ്റ്റായിട്ട് ചെയ്താലും മതി. കുറേ എന്തൊക്കെയോ ന്യൂസുകളൊക്കെയാണ് ഇപ്പോൾ എനിക്ക് നിലവിൽ കേൾക്കാൻ പറ്റുന്നത്, ഈ ലഹരി മരുന്നിൻ്റെയും അതിൻ്റെയൊക്കെ പുറകിൽ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പോലീസുകാർ എന്തൊക്കെ ചെയ്താലും ലഹരി കച്ചവടമൊക്കെ ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനെ നിങ്ങൾ നിരോധിക്കാതെ, ഈ ലഹരീനെ നിങ്ങൾ എന്താ പറയുക ബാൻ ചെയ്യാതെ അതിനെന്താ ചെയ്യുക, അവയർനെസ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ സിഗരറ്റ് നമ്മളാരും ബാൻ ചെയ്യുന്നില്ല, പക്ഷേ സിഗരറ്റ് ചോയ്സ് ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ വലിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്താൽ മതി. അപ്പോൾ ഇത് കൂടുതൽ ഞാൻ കണ്ടത് ഇപ്പോൾ ലഹരി മരുന്ന് ചെയ്യാൻ പാടില്ല, കഞ്ചാവ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ വരുമ്പോൾ പിള്ളേർ
എന്താ ഇതൊക്കെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അത് പിന്നെയും ക്യൂരിയോസിറ്റി കൂടും പിള്ളേർക്ക്, പിന്നെയും താല്പര്യം കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറേ ലഹരി മരുന്നുകളൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു എൻ്റെ ഒരു ഭാഗത്ത് നിന്നൊരു ചെറിയൊരു സജഷനാണ്. എനിക്കറിയാം ഇതാരും ഇതിൻ്റെ ഒരു വീഡിയോൻ്റെ ഭാഗമായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിലവിൽ കണ്ട ന്യൂസിൻ്റെ കുറേ ന്യൂസിൽ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. എൻ്റെ വീഡിയോ റീച്ച് ആവണം, എനിക്ക് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും കണ്ടൻറ്റ് വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള കണ്ടൻറ്റാണ് ഞാൻ കൊടുക്കുന്നത്. വർക്കൗട്ട് ചെയ്യുക, ഹാപ്പി ആയിരിക്കുക. സ്ട്രെങ്ത് ട്രെയിനിങ് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ഫോക്കസ് ചെയ്യുക. കിട്ടുന്ന സമയമൊക്കെ നിങ്ങൾ സ്ട്രെങ്ത്തിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഇനി കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.